റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ പവിത്രമായ അയ്യാമുത്ത തശ്രീഖിന്റെ ഏറ്റവും പുണ്യമേറിയ സമയം, പരിശുദ്ധമായ പവിത്രമായ മക്കയിലെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഏറ്റവും പുണ്യമേറിയ മിനയിലെ രാപ്പാർക്കലുകളും അതുപോലെയുള്ള കർമ്മങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ലോകത്തിന്റെ നാനാദിക്കുകളിലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ അറബുകൾ നടത്തുന്ന സമയം, അല്ലാഹുവേ, ഏറെ പ്രാധാന്യമുള്ള തിങ്കളാഴ്ച രാവ്, റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവാണല്ലോ തിങ്കളാഴ്ച രാവ്. ആ തിങ്കളാഴ്ച രാവിൽ ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഹദ്ദാദ് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, സാധുക്കളായ ഞങ്ങൾ റബ്ബായ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണ്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകളും ചെയ്യുന്ന അമലുകളുമെല്ലാം എത്രമാത്രം പൂർണ്ണമാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ന്യൂനതകളുള്ളതാണ്, കുറവുകളുള്ള അമലുകളാണെന്ന് ഞങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. അല്ലാഹുവേ, എന്നാലും നീ വലിയ കാരുണ്യവാനാണല്ലോ, നീ റഊഫാണല്ലോ, റഹീമാണല്ലോ, നീ ഏറെ അടിമകളോട് വലിയ കാരുണ്യമുള്ള യജമാനനാണല്ലോ. ആ റബ്ബായ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ, എത്ര വലിയ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തന്നേ ഞങ്ങളുടെ ഈ പവിത്രമായ മജ്‌ലിസ് സ്വീകരിച്ച് അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, ലുത്ഫിന്റെ നോട്ടം നീ ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ, നൽകണേ റഹ്മാനേ, നൽകണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങളിൽ എന്ത് മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിലും അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, തൈറോയിഡ്, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ തുടങ്ങിയ തൈറോയിഡ് തുടങ്ങിയ വയറുവേദന, മുട്ടുവേദന, കാലുവേദന, ശരീരത്തിന്റെ പല അവയവങ്ങൾക്കുമുള്ള വലിയതും ചെറുതുമായ എല്ലാ രോഗങ്ങളും കാമിലായ നിലക്ക്, ആജിലായ നിലക്ക് നീ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ ഒരു രോഗവും തന്നേ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ന്യൂമോണിയ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, ബ്ലഡ് ക്യാൻസർ തരല്ലേ അല്ലാ, തലയിൽ ക്യാൻസർ തരല്ലേ അല്ലാ, നാവിൽ ക്യാൻസർ തരല്ലേ അല്ലാ, ശരീരത്തിന്റെ ഒരു അവയവങ്ങളിലും ക്യാൻസർ തരല്ലേ അല്ലാ. ആ രോഗവുമായി വേദനയോടെ കഴിയുന്നവർ അല്ലാഹുവേ, ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ സഖാഫികളായ 2006 ബാച്ചിലെ സഖാഫികൾ അല്ലാ, ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ കീഴിൽ ഞങ്ങൾ ഒരുപാട് കാലം പഠിച്ച് അങ്ങനെ മർക്കസിൽ നിന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ
ജീവിച്ച് അവസാനം മർക്കസിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഞങ്ങൾ മർക്കസിന്റെ പടിയിറങ്ങുമ്പോ കണ്ണിലൂടെ കണ്ണുനീറുകൾ ഒലിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മർക്കസിനോട് വിട പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ എല്ലാ വർഷവും എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടും. അൽഹംദുലില്ലാഹ് ഏതെങ്കിലും ഒരു ബാച്ച് സഖാഫികളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് കർണാടകയിലെ നമ്മളൊരു ബാച്ച് സഖാഫികളുടെ സംഗമം നടക്കുന്നത്. ശൈഖുന ഉസ്താദിനോട് വിഷയം പറഞ്ഞപ്പോ ഉസ്താദിന് ഏറെ ഇഷ്ടമായി, വലിയ സന്തോഷമായി. 2006 സഖാഫികളാണ് ഇതേ പ്രിയപ്പെട്ട അതെ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് സഖാഫികൾ അതിന് ഈ മഹത്തായ പരിപാടി നടത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തവരാണ് ഈ നാട്ടിലെ ഖത്തീബ് കൂടിയായ ഞങ്ങളുടെ ശരീക്ക് കൂടിയായ പ്രിയപ്പെട്ട സത്താർ സഖാഫി ഉസ്താദ്. അതുപോലെ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കുമുള്ള കോർഡിനേഷൻ ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരനാണ് പ്രിയപ്പെട്ട നൗഫൽ സഖാഫി മങ്ങാപ്പോയിലെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെ ഈ ബാച്ചിന്റെ പ്രസിഡന്റായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തുറാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാഹ് രാവിലെ വന്നത് മുതൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഈ നാട്ടുകാർ നല്ല നിലക്ക് ഞങ്ങളെ സ്വീകരിച്ചു, നല്ല ഭക്ഷണം നിന്ന് സൽക്കരിച്ചു. ഒരുപാട് വിഭവസമൃദ്ധമായ കടികളോടുകൂടെ രാവിലത്തെ ചായയും ഉച്ചക്കുള്ള ഭക്ഷണം വൈകുന്നേരത്തെ ചായയും എല്ലാമായി നല്ല ഗംഭീര സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. അല്ലാഹുവേ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് വെറുതെയല്ല, ഒരുപാട് വലിയ ജീവകാരുണ്യ പദ്ധതികൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അതൊക്കെയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും തീരുമാനിക്കുന്നതിന് വേണ്ടിയുമാണ് ഒരുമിച്ച് കൂടിയത്. എല്ലാം വലിയ അമലുകളായി നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ശൈഖുന ചെറിയ പി ഉസ്താദ്, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ മകൻ ബഹുമാനപ്പെട്ട അൻവർ സഖാഫി ഉസ്താദും ഉൾപ്പെടെ ഞങ്ങളെ സഖാഫികൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഓരോ സഖാഫികളും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോ അതിൽ ഒരു സഖാഫി ഞങ്ങളുടെ കൂട്ടത്തിൽ പറയുകയുണ്ടായി, ജോലിക്ക് ഞാൻ ശമ്പളമില്ലാതെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. മാഷാ അല്ലാഹ്, ഞാൻ ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു കൊള്ളാം. അങ്ങനെ എല്ലാ ദിവസവും അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സഖാഫിമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിനീതനായ ഞാനടക്കം നമുക്കാരും പലരും ശമ്പളം വാങ്ങാതെയാണ് ജോലി ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. പിന്നെ എങ്ങനെയാണ് ആ സഖാഫിക്ക് അതേ ജീവിക്കാനുള്ള വകുപ്പുണ്ടാകുന്നത്? ആ സഖാഫി തന്നെ പറഞ്ഞു, കൃഷി ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയുടെ സ്വത്തിന്റെ ഭാഗമായി വലിയ പറമ്പുകളും സ്ഥലങ്ങളുമുണ്ട്. അവിടെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ജീവിക്കുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ നല്ല ഒരു ഒരുമിച്ച് കൂടലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു തന്ന ഈ ഇന്ദവട്ടുവില നാട്ടുകാര്, കമ്മിറ്റി ഭാരവാഹികള്, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ഈ നാട്ടിലെ നല്ലവരായ ഉപ്പമാര്, സഹോദരങ്ങള്, മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്ത് നിയ്യത്തുകളാണോ ഓരോരുത്തരുടെയും കൽബിലുള്ളത്, ആ നിയ്യത്തുകളെല്ലാം മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ നാട് വലിയ ബറക്കത്തുള്ള നാടാക്കണേ അല്ലാ, ഇസ്സത്തുള്ള നാടാക്കണേ അല്ലാ, ഐശ്വര്യമുള്ള നാടാക്കണേ അല്ലാ. ഈ നാട്ടിലെ ഓരോ വീടുകളിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ.
ഒരു അപകടത്തിലും ആരെയും നീ പെടുത്തല്ലേ റഹ്മാനെ. ഒരു മാരകമായ ഒരു രോഗവും നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുട്ടാഞ്ചേരി ജലീൽ സഖാഫിയുടെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. അല്ലാ കാമിലായ ആജിലായ ശിഫാ കൊടുക്കണേ റഹ്മാനെ, ശിഫാ കൊടുക്കണേ അല്ലാ. കർണാടകയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മൻസൂർ സഖാഫി, ഷാഫി സഖാഫി, അങ്ങനെ ഞങ്ങളുടെ ബാച്ചിലുള്ള സഖാഫികളായ ഒരുപാട് സഖാഫികൾ മരണപ്പെട്ടു പോയി, ഖബറിലാണ്. എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ൽ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുത്തവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഞങ്ങളെ ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ ഏതെല്ലാം മുത്തുമൂമിനീങ്ങളുണ്ടോ, മുത്തുമൂമിനാത്തുകളുണ്ടോ, അവരുടെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ, ഹാസുലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഓർക്കുന്ന സമയമാണല്ലോ, സന്ദർഭമാണല്ലോ. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. വാർദ്ധക്യ സമയത്താണ് ഇസ്മായിൽ എന്ന മകനെ കൊടുത്തത്. അള്ളാന്റെ തീരുമാനം വരുന്നു അറുക്കണമെന്ന്. അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തിയപ്പോ മകൻ പറഞ്ഞു, ഉപ്പാ എന്നെ കമഴ്ത്തി കിടത്തണോ, എന്നെ മലർത്തി കിടത്തരുതേ. 11 വയസ്സുള്ള മോനിങ്ങനെ സംസാരിക്കുകയാണ്. ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, മോനെ എന്തിനാണ് കമഴ്ത്തി കിടത്തണമെന്ന് പറയുന്നത്? ഉപ്പയോട് മോന്റെ മറുപടിയാണ്, ഉപ്പാ എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ, റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉപ്പാക്ക് വന്നു പോകരുതേ. അതുകൊണ്ട് എന്റെ മുഖം കാണണ്ട, എന്നെ കമഴ്ത്തി കിടത്തണേ, എന്നിട്ട് കത്തിവെക്കണേ എന്ന് 11 വയസ്സുള്ള മകനുപ്പയോട് പറയുകയാണ്. ആ വലിയ ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിച്ച് ഞങ്ങൾ ആ പരിശുദ്ധമായ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോ അല്ലാഹുവേ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യ സമയത്ത് 2 മക്കളെ കൊടുത്ത റബ്ബേ, യാ അല്ലാഹ്, മക്കളില്ലാതെ വിഷമിക്കുന്ന സർവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സത്താർ സഖാഫി അടക്കം എല്ലാവർക്കും നീ നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞാൻ ഇന്നിങ്ങോട്ട് വരും അബ്ദുറഹ്മാൻ, മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ പാപമല്ലേ, സാധുവല്ലേ? നല്ല വീടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, ചെറിയ മക്കൾ ഇങ്ങനെ അടുത്തേക്ക് വന്നു. 3 വയസ്സുള്ള മോള്, 1.5 വയസ്സുള്ള മോന്. ഞാനും ഇങ്ങനെ ഓർത്തുപോയി, ഞങ്ങൾക്കും ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ. ആ മക്കൾ എത്ര സ്നേഹത്തോടെയാണ് അബ്ദുറഹ്മാനെ ലാളിച്ചിരുന്നത്. ആ നാട്ടിലെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, പള്ളിയുടെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും വലിയ ഉപകാരിയായിരുന്നു. അതേ അക്രമകാരികൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അതേ കൊല്ലുന്നയാളുടെ അമ്മയെയും മകളെയും വാഹനത്തിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ഇറക്കി, അവരുടെ മുന്നിൽ ഇറക്കി ആ സമയത്താണ് കൊന്നുകളയുന്നത്. യാതൊരു നന്ദിയുമില്ലാതെ, യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതെ ആ കൊല്ലുന്നവന്റെ അമ്മയുടെയും അവന്റെ മകന്റെയും മകളുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് കൊന്നുകളയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ
ചെറുപ്പക്കാരൊരു തെറ്റും ചെയ്തില്ല, ഒരു കുറ്റവും ചെയ്തില്ല, ഒരാളെയും ആക്രമിച്ചില്ല. ആ നാട്ടിലെ ആഘോഷ പരിപാടികളിൽ സജീവമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ ഉപകാരമുള്ള ചെറുപ്പക്കാരനാണ്. മക്കളിങ്ങനെ അടുത്തേക്ക് വന്നപ്പോ കരഞ്ഞുപോയി, കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി. ഉമ്മയെ കണ്ടപ്പോ ഉപ്പയെ കണ്ടപ്പോ അറിയാതെ കരഞ്ഞുപോയി. അബ്ദുറഹ്മാനിക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാ. ശുഹദാക്കളുടെ ലിസ്റ്റിൽ അബ്ദുറഹ്മാനെ നീ പെടുത്തണേ റഹ്മാനെ. ആ മക്കൾക്ക് നീ വലിയ ഭാവി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവൽ നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു അക്രമത്തിലും പെടുത്തല്ല അല്ലാ, ഒരു സ്പർദ്ധയിലും പെടുത്തല്ല അല്ലാ, ഒരു ഗളാഠയും നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ മുറാദുകളും നീ ഹസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്തുള്ള ജീവിതം തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അതബുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന് വീട് നിർമ്മിച്ചു കൊടുത്തു. അഹ്ദേ മദനിയം കുടുംബം 150ഓളം വീടുകൾ നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ്, ഒരുപാട് സാദാത്തുക്കൾക്ക് ആ വീട് ലഭിച്ചു. ഞങ്ങളെ സദസ്സിലുമുണ്ട് ആ വീട് ലഭിച്ച സാദാത്തുക്കൾ. അല്ലാഹുവേ, സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. സ്വർഗത്തിലെ വീട് കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയമായ ഭവനം നീ നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് വീടുകൾ ഞങ്ങൾക്ക് നിർമ്മിക്കണം. അതിനുള്ള തൗഫീഖ് മരണത്തിന് മുമ്പ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയ മുഴുവൻ ഹജ്ജാജിമാരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരു കൂട്ടുകാരൻ അതേ ഹജ്ജിന് പോയി. ഹജ്ജ് എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് മിനയിൽ വെച്ച് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, വലിയ ഞങ്ങളെ ദീനിനെ വല്ലാതെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ബാപ്പ വലിയ ബിസിനസ്സുകാരനാണ്. സുൽസുൻ എന്നാണ് ആ ബിസിനസ് അതേ അദ്ദേഹത്തിന്റെ പേര്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മകനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പരിപാടി കഴിഞ്ഞ് നേരെ ഉപ്പിനങ്ങാടിയിൽ ഷരീഫ് സഖാഫിയുടെ വീട്ടിലേക്ക് പോകണം. അല്ലാ, ഞങ്ങളെ കൂട്ടുകാരനാണ്, ഞങ്ങളെ സഖാഫി സുഹൃത്താണ്. 2004 ബാച്ചിൽ സഖാഫിയാണ്. സ്വർഗം നൽകണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല സവാബ് സഖാഫി ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചു. അല്ലാഹുവേ, അവരുടെ ദുനിയവിയും ഉഖ്റവിയും ശാരീരികവും മാനസികവുമായ എല്ലാ മുറാദുകളും റബ്ബായ നീ ഹാസുലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. വന്നവരുടെ കൂട്ടത്തിലും അതുപോലെ ഒരുപാട് ഉസ്താദുമാരും പലരും ജോലിയില്ലാതെ വിഷമിക്കുന്നു. അല്ലാഹുവേ, നല്ല ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഈ നാട് അല്ലാഹുവേ, ഈ നാട്ടിലെ മദ്രസ ഇൻഷാ അല്ലാഹ്, ആ മദ്രസ